ഹായ്, പാർട്ട് ടൈം ജോബിൻ്റെ പേരിൽ നടക്കുന്ന ഒരു സ്കാം അലേർട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ UAE വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ അവരായിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഒരു പരിധി വരെ ഈ വീഡിയോ കാരണം അവർക്ക് ആ ഒരു സ്കാമിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്കാമേഴ്സ് ആളുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ത്രൂ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ത്രൂ ആണ്. അതിൽ നമുക്ക് പെയ്ഡ് ആഡ് റണ്ണ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ആഡിന് അവരെന്ത് ചെയ്യും, പാർട്ട് ടൈം ജോബിൻ്റെ ഒരു പോസ്റ്ററാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ പേയ്മെൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരു ദിവസം 800 ദിർഹംസിന് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റർ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, എന്താണ് കാര്യം എന്നറിയാൻ ജസ്റ്റ് എൻക്വയറിക്ക് നമ്മൾ അവർ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് ടെലഗ്രാം ഗ്രൂപ്പിലേക്കായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ അവരുടെ ഡീറ്റെയിൽസ് പറയും. അവർ പറയും ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഒന്നല്ലെങ്കിൽ ബാങ്ക്സിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം അവർ പറയുന്ന ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് അവർ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ അവർ പറയുന്നത് പോലെ അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഇടും. ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും വരുന്നത്. ആ എമൗണ്ടിൻ്റെ 1% ആയിരിക്കും നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു സംഭവം കാണുമ്പോൾ കോമൺ ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ടൊന്നും ചിലവ് വരുന്നില്ല, ജസ്റ്റ് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിനാൽ ഇത്ര ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടുമെന്ന് കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അവർ വില്ലിങ് ആയിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങും. നിങ്ങൾ അവർ പറയുന്നത് കേട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് UAEയുടെ പല ഭാഗത്ത് നിന്നിട്ട് ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. ചിലപ്പോൾ 80,000 ദിർഹംസ് ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിലേക്ക് ഇത്രയും വോളിയം എമൗണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 1% കമ്മീഷനായിട്ട് കിട്ടും. അവർ പറയുന്നത് പോലെ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ ഒരു 2 ഡേയ്സിനുള്ളിൽ അവർ പറഞ്ഞതുപോലെ കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് തരും. പക്ഷേ നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യും. ഞാനിങ്ങനെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, എനിക്കപ്പോൾ ഇത്രയും രൂപ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്താൽ അവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവരും ഈ ഒരു സ്കാമിൽ എന്ത് ചെയ്യാണ്, പെട്ടുപോവുകയാണ്. ഇൻ കേസ് ഇത്ര എമൗണ്ട് വന്നതിന് ശേഷം ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, ഫ്രീസായി പോകും. ഫ്രീസായതിനു ശേഷം നിങ്ങൾക്ക് UAEയുടെ പല ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളുകൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരാൾ ഇത്രയും രൂപ അയച്ചിട്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടെന്നുള്ള രീതിയിൽ പല സ്ഥലത്ത് UAEയുടെ പല സ്ഥലത്തും ആളുകൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ആ കംപ്ലയിൻറ്റുകളെല്ലാം നിങ്ങളുടെ പേരിലേക്കാണ് വരുന്നത്. ഇതൊരു വലിയ സ്കാമാണെന്നുള്ള കാര്യം നിങ്ങൾ അതിന് ശേഷമാണ് മനസ്സിലാക്കുകയുള്ളൂ. ഇതുപോലൊരു ഇഷ്യൂവിന് നിങ്ങളെ UAE പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രാവൽ ബാൻ വരെ കിട്ടും. നിങ്ങൾക്ക് ഈ എമൗണ്ട് വന്നില്ലേ, അവരും എന്ത് ചെയ്തേക്കാണ്, ഈ സ്കാമേഴ്സ് ഓൾറെഡി പറ്റിച്ചേക്കാണ്. അതെങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് വന്നതുപോലെ തന്നെ വേറൊരു പോസ്റ്റർ അവർക്കും പോകുന്നുണ്ട്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ള രീതിയിലുള്ള പോസ്റ്റർ ഇതുപോലെ തന്നെ ഷെയർ ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരാളിപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2-3 ടാസ്കുകൾ കൊടുക്കും. നിങ്ങൾ ജസ്റ്റ് അവർ പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ടാസ്കുകളാണ് അവർ ആ ഒരു ലിങ്കിലൂടെ വരുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരൊരു 5 ദിർഹംസോ അല്ലെങ്കിൽ ഒരു 30 ദിർഹംസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളത് കാണുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് വീഡിയോ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫണ്ട് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ വീണ്ടും അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇനി പ്രീപെയ്ഡ് ടാസ്കുകളാണ് ഉള്ളതെന്ന് പറയും. നിങ്ങളിപ്പോൾ 50 ദിർഹം അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60-70 ദിർഹമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 50 ദിർഹം അങ്ങോട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ച് ടാസ്കുകൾ തരും. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 70 ദിർഹമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് ട്രസ്റ്റബിൾ ആണെന്നുള്ള രീതിക്ക് ഹ്യൂജ് എമൗണ്ട്, ചിലപ്പോൾ നിങ്ങൾ 1000 ദിർഹംസ് വരെ അയക്കും. അതായത് ഈ എമൗണ്ട് വരുന്നത് ആദ്യം പെട്ടുപോയ ആളുകളിലേക്കായിരിക്കും. അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഹ്യൂജ് എമൗണ്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ എമൗണ്ട് വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നേരെ ആ സ്കാമേഴ്സ് പറഞ്ഞതുപോലെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവർ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ 2 പേര് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇതുപോലത്തെ സ്കാമുകളിൽ ആരും പെടാതിരിക്കാൻ നോക്കുക. ഇപ്പം നമുക്കൊരു പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞ് ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ അവിടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാതെ നമുക്ക് ആരും ഫണ്ട് തരില്ല. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെ ഒരുപാട് പേര് ഇതുപോലത്തെ സ്കാമുകളിൽ പോയി പെട്ട് ഒരുപാട് പേരുടെ ക്യാഷ് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലും ഈ സെയിം രീതിയിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സെയിം സ്കാം ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളാണ് അതിൽ പോയി വീഴുന്നത്. നമ്മുടെ 18 വയസ്സ് ടു 25-30 വയസ്സിനിടയിലുള്ള ആളുകൾ ഒരുപാട് പേര് ഈ സ്കാമിൽ ഇന്ത്യയിലും വീഴുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതുപോലുള്ള സ്കാമുകളിൽ നിന്ന് മാറി നിൽക്കുക. ഇത് കണ്ടാൽ തന്നെ അറിയാം, നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാതെ ആരും നമുക്കൊരു ഫണ്ട് ഇങ്ങോട്ട് തരില്ല. അപ്പോൾ ആരും ഇതുപോലുള്ള
പരിപാടികളിൽ പോയി പെട്ട് നിങ്ങളുടെ ലൈഫ് പോകരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലത്തെ സ്കാമുകളിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. ഇതുപോലെ പെയ്ഡ് നമുക്കിപ്പോൾ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു വരെ ആളുകൾ വന്നു കഴിഞ്ഞാൽ പോലും അവിടെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒരാൾക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺഫേം ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലൊരു പേയ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ട്യൂഷൻ ക്ലാസ് നടത്താൻ, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ കാശ് കിട്ടും. അതുപോലെയല്ല ഇതുപോലത്തെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമുക്ക് പറയാം ഇത് സ്കാം ആണെന്ന്. നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ ഇവിടെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.